ഹലോ ഗായ്സ്, അപ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനാണ് വന്നത്. എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു പയ്യന് ഇന്ന് രാവിലെ പേപ്പട്ടി കടിച്ച് അവൻ്റെ കാല് ഫുള്ള് മുറിഞ്ഞിരിക്കുകയാണ്. ഈ പയ്യനെ മാത്രമല്ല, ഒരു മുതിർന്ന ആളെയും കടിക്കാൻ പോയി അയാളുടെ കയ്യിലൊരു കുട ഉണ്ടായിരുന്നുകൊണ്ട് അയാൾ രക്ഷപ്പെട്ട്. ഈ പെരടത്തിലെ പോത്തിനെ ആക്രമിച്ച കൂട്ടത്തിൽ പോത്ത് ഇടിച്ചിട്ടാണ് ഇപ്പോൾ ആ പട്ടി അവിടെ ഒന്നും ചെയ്യാതെ കിടക്കുന്നത്. അങ്ങനെ പഞ്ചായത്ത് വിളിച്ചു പറഞ്ഞ് 1 മണിക്കൂറിനുള്ളിൽ തന്നെ ഡോഗ് സ്ക്വാഡ് വന്നിട്ടുണ്ട്. ഇതാണ് ആ പയ്യൻ്റെ കാല്, നല്ല രീതിയിൽ അത്യാവശ്യം ഒരു പല്ല് താന്നിട്ടുണ്ട്. അങ്ങനെ ആ പയ്യൻ അപ്പം തന്നെ പോയി ഇഞ്ചക്ഷനൊക്കെ എടുത്ത് നമ്മൾ പഞ്ചായത്ത് പറഞ്ഞതിൻ്റെ ഇതിൽ അപ്പം തന്നെ ഡോഗ് സ്ക്വാഡ് വന്ന്. അപ്പം കണ്ട കാഴ്ച എന്ന് പറഞ്ഞാൽ പോത്ത് ഇടിച്ചിട്ട് അത് ഡെഡായി അവിടെ ആ വീടിൻ്റെ സൈഡിൽ കിടക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ശരിക്കും ഡോഗ് നല്ല മെലിഞ്ഞിട്ടുണ്ട്. ഫുഡൊക്കെ കഴിച്ചിട്ട് ഒരു 5-6 ദിവസം ആയെന്നാണ് തോന്നുന്നത്. വലിയ ആരോഗ്യമൊന്നും ഇല്ലായിരുന്നു. പോത്തിൻ്റെ കയ്യിൽ നിന്ന് ഇടി കിട്ടിയോണ്ട് തന്നെ ബാക്കിയകത്ത് ഫുള്ള് ബ്ലഡ് ആയിരുന്നു. അപ്പോൾ പറയാൻ വന്ന കാര്യം ഇത്രയേ ഉള്ളൂ ഗൈസ്. കുട്ടികളെയൊക്കെ മാക്സിമം സേഫാക്കി വീട്ടിൻ്റെ അകത്ത് തന്നെ നിർത്തുക. അവരെയാണ് കൂടുതൽ ഇത് ആക്രമിക്കാനൊക്കെ ഉള്ള സാധ്യത. അവർക്കൊന്നും അറിയത്തില്ല. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കാൻ നോക്കുക ഗൈസ്. അപ്പോൾ ഈ പട്ടി തന്നെ എത്ര പട്ടിയായിട്ട് മിങ്കിളായിട്ടുണ്ടോ, സ്പ്രെഡ് ആയിട്ടുണ്ടോ എന്നൊന്നും നമുക്കറിയത്തില്ല. പോത്തിന് കാര്യമായിട്ട് മുറിവുകളില്ലെങ്കിൽ പോലും നമ്മൾ 2 പോത്തിന് വാക്സിൻ എടുത്തിട്ടുണ്ട്. ഇനി ഒന്നും വരാതിരിക്കട്ടെ. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക ഗൈസ്.